എന്നാൽ റിയാസിനെതിരെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മൂവർ സംഘം കള്ളി വെളിച്ചത്താക്കി. ഈ മൂവർ സംഘം തന്നെ തകർക്കാൻ സോഷ്യൽ മീഡിയ കൊട്ടേഷൻ നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞ് റിയാസ് നൽകിയ പരാതി പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണെന്നും പാർട്ടി വൃത്തങ്ങളിൽ വർത്തമാനമുണ്ട്. വിവാദത്തിൽ റിയാസിന്റെ പേര് ഉയർന്നു വന്നതിന് പിന്നിൽ ഈ സോഷ്യൽ മീഡിയ കൊട്ടേഷൻ ആണോ എന്ന ചർച്ചയും ഉയർന്നു വരുന്നുണ്ട്. ജില്ലാ കമ്മിറ്റിയിലെ ഉന്നതനും ഒരു കേന്ദ്ര കമ്മിറ്റി അംഗവും കൊയിലാണ്ടിയിൽ നിന്നുള്ള മറ്റൊരു ജില്ലാ കമ്മിറ്റി അംഗവും ചേർന്നാണ് തനിക്കെതിരെ സോഷ്യൽ മീഡിയ കൊട്ടേഷൻ നൽകിയതെന്നാണ് റിയാസ് സംശയിക്കുന്നത്. പാർട്ടിയിലെ ഈ പൊതു സംസാരം ഇപ്പോഴും തുടരുകയാണ്. ഈ ടീം തന്നെയാണ് കോഴ വിഷയത്തിൽ റിയാസ് നൽകിയ പരാതിയുടെ രഹസ്യവും പൊളിച്ചത്. പ്രമോദ് കോട്ടൂളി ഒറ്റയ്ക്ക് ഇത്രയും വലിയൊരു ഡീൽ നടത്തില്ലെന്ന് പാർട്ടിയിലെ ഏത് കൊച്ചുകുട്ടിക്കും അറിയാം. PSC കോഴ വിവാദത്തിൽ വിശദീകരണം തേടിയ പാർട്ടി ആ വിശദീകരണം തൃപ്തികരമല്ല എന്ന് പറഞ്ഞാണ് പ്രമോദിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയത്. ഇവിടെയാണ് യഥാർത്ഥ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടത്.